اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതൊരു കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിലുള്ള മക്കളുടെയും ഏറ്റവും വലിയ വികാരമാണ് അവർക്ക് തണലായി തുണയായി എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന പിതാവ്, ഉപ്പ എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഈ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണോ അയാൾക്ക് ഉറക്കം ബാധിക്കുക വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നികത്താൻ കഴിയാത്തതാണ് എന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ അറിയുന്നവരാണ് നാം ഓരോരുത്തരും. ഭൗതികമായും മതപരമായും പിതാവിനെ ബാധിക്കുന്ന ഉറക്കം നിരവധി കുടുംബങ്ങൾ നിർധനരാകാനും ഒരുപാട് മക്കൾ അനാഥത്വം അനുഭവിക്കാനും കാരണമായിട്ടുണ്ട് എന്നത് എല്ലായ്പ്പോഴും നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പിതാവിന്, ഒരു ഉപ്പക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഇസ്ലാം ഉറപ്പിച്ചിട്ടുള്ള വിലയും നിലയുമൊക്കെ ആ പിതാവിൻ്റെ ഉപ്പയുടെ ഭാഗമായി തീരുന്ന മക്കളും അതുപോലെ തന്നെ ഭാര്യയും അയാളെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബക്കാരും കൂട്ടുകാരും സമൂഹത്തിലുള്ളവരുമൊക്കെ എല്ലായ്പ്പോഴും അറിയേണ്ടതും ആ നിലക്കുള്ള സ്ഥാനം ആരാണോ ഉപ്പയുടെ, പിതാവിൻ്റെ സ്ഥാനത്തുള്ളത് അവർക്ക് വകവെച്ചു കൊടുക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളെ, പുരുഷന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങളുടെ മേൽ അധികാരമുള്ളവരാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും കൊണ്ടു നടക്കാനും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് ആണുങ്ങൾ എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും.
നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം ആണുങ്ങൾക്ക് മേൽ സ്ത്രീകൾ മേൽക്കോയ്മ ചമയാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കാലഘട്ടമാണ്. ഭർത്താവിന് വില കൊടുക്കാത്ത ഭാര്യമാർ, അതുപോലെ തന്നെ പിതാവിനെ ഉപ്പയെ പരിഗണിക്കാത്ത, ആദരിക്കാത്ത, സ്നേഹിക്കാത്ത മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം. കുടുംബത്തിൻ്റെ ഭാരം രാവും പകലും ആയുസ്സിൽ മുഴുവൻ ചുമക്കുന്ന ഈ സ്ഥാനത്തുള്ളവർക്ക്, കുടുംബത്തിൽപ്പെട്ടവർ, അയാളുടെ തണലിൽ കഴിയുന്നവർ കൃത്യമായി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണോ അതൊരിക്കലും അവർക്ക് ലഭിക്കാനും അനുഭവിക്കാനും സാധിക്കാത്ത ഒരു കാലഘട്ടം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പുരുഷന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണന കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു കൊടുത്ത ഒരു ഫദ്ലാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതിയാലുള്ള ഗുണമാണ് എത്ര വലിയ ഭാരമുള്ളതാണെങ്കിലും അത് വഹിക്കാനും ചുമക്കാനും സന്നദ്ധനാവുക എന്നത്. അതുപോലെ തന്നെ എത്ര വലിയ പ്രയാസങ്ങൾ ആർത്തിരമ്പി വന്നാലും ക്ഷമിച്ച് സഹിച്ച് പതറാതെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറികടക്കാനും ഏറ്റവും ആദ്യം ശ്രമിക്കുക ആണുങ്ങളാണ്. അതുപോലെ തന്നെ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആരൊക്കെയാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ജോലിക്കാരാകട്ടെ, കൂട്ടുകാരാകട്ടെ, പരിചയക്കാരാകട്ടെ, നാട്ടുകാരാകട്ടെ, അവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ കാര്യങ്ങളെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ത്രാണി ശക്തി അത് പെണ്ണുങ്ങളെക്കാൾ പുരുഷന്മാരുടെ പ്രകൃതത്തിന് ഉണ്ട് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവർക്ക് വരുമാനമായി കിട്ടുന്ന, ജോലിയെടുത്ത് അവർ സമ്പാദിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തൻ്റെ കുടുംബത്തെ പരിപാലിക്കുക, പോറ്റി വളർത്തുക, പരിചരിക്കുക എന്നത് പുരുഷന്മാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ വിഷയത്തിലും പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അവരുടേതായ ദുർബലത കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പെണ്ണിന് തുച്ഛമായ നിലക്കുള്ള വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗർവും പൊങ്ങച്ചവും നെകളിപ്പുമൊക്കെ അവളുടെ ജീവിതത്തിൽ പ്രകടമാകും. വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും അത് പ്രകടമാകും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കുള്ള സ്വഭാവങ്ങൾ പുറത്ത് കാണുകയില്ല. അവൻ്റെ കയ്യിൽ എന്താണോ വരുമാനമായി ഉള്ളത് അതിൽ നിന്ന് പിടിച്ചു വെച്ചുകൊണ്ട് ആവശ്യമുള്ളതിലേക്ക് നൽകി കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർക്ക് ഭാര്യ കൊടുക്കേണ്ട ഒരു പരിഗണന, ബാപ്പയുടെ സ്ഥാനത്തുള്ള ആൾക്ക് മക്കൾ കൊടുക്കേണ്ട ഒരു പരിഗണന, കുടുംബം നോക്കി വളർത്താൻ നടത്താൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് ആ കുടുംബത്തിലുള്ളവർ കൊടുക്കേണ്ട ഒരു പരിഗണന, അത് വളരെ ഗൗരവത്തോടെ കണിശതയോടെ നാം ഓരോരുത്തരും കാണേണ്ട വിഷയമാണ്. വിശുദ്ധ ഇസ്ലാം നോക്കൂ നിങ്ങൾ, പിതാവിന് കൊടുത്ത സ്ഥാനവും മഹത്വവും വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 'വറജുലു റാഇൻ ഫീ അഹ്ലിഹി',
ഒരു പുരുഷൻ, ഒരു ആണ് അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ പരിചരിക്കുന്ന ആളാണ്. റായി എന്നാണ് അവിടെ പ്രയോഗിച്ചത്. റായി എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തൻ്റെ മേൽനോട്ടത്തിലുള്ളവരെ കൃത്യമായി മേച്ച് കൊണ്ടുപോവുക എന്നതാണ്. അവർ തെറ്റിലേക്ക് പോകുന്നുണ്ടോ, വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ, ഏതെങ്കിലും രൂപത്തിലുള്ള അധർമ്മങ്ങൾ അവരെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ, സൽക്കർമ്മങ്ങളിലൂടെ നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രദ്ധ അവർക്കുണ്ടോ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവരുടെ പട്ടിണിയും ദാഹവും അകറ്റുക മാത്രമല്ല, അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല, മാനസികമായി വളരാനുള്ള ശ്രദ്ധ ഒരു ബാപ്പയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, തൻ്റെ പ്രജകളുടെ വീട്ടിലുള്ള ആളുകളുടെ കാര്യം ചോദിക്കപ്പെടും എന്നാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു പിതാവിന് നേരെ ചോദ്യങ്ങളുണ്ടാകും. ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവൻ്റെ തണലിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരെക്കുറിച്ച്, അവൻ്റെ മേൽനോട്ടത്തിലുള്ളവരെക്കുറിച്ച് കൃത്യമായ ചോദ്യം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉണ്ടാകും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ ഏറ്റവും മധ്യത്തിലുള്ള കവാടം അൽ വാലിദു, ബാപ്പ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവാടമാണ്. ആ മധ്യത്തിലുള്ള കവാടത്തിന് നൽകപ്പെട്ട പേര് ബാപ്പ എന്നാണ്, പിതാവ് എന്നാണ്, ഉപ്പ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ശിഅത ഫളിഅ ദാലികൽ ബാബ് ഔ യഹ്ഫളുഹു, നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ അതിനെ ഒഴിവാക്കിക്കോ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ആ വാതിലിനെ സംരക്ഷിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഈ ഹദീസ് പ്രകാരം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബാപ്പയെ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നല്ല. എന്താണ് ഇതിൻ്റെ താല്പര്യം? ബാപ്പയെ ഒഴിവാക്കുക, അവഗണിക്കുക എന്നത് വളരെ മോശം പരിപാടിയാണ്, നീച പ്രവൃത്തിയാണ്. തൻ്റെ പിതാവിനെ, ബാപ്പയെ അർഹിക്കുന്ന രൂപത്തിൽ സ്നേഹിക്കാതിരിക്കുക, ആദരിക്കാതിരിക്കുക എന്നത് വളരെ മോശമായ പണിയാണെന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചത്. ഒരു ബാപ്പയെ സംബന്ധിച്ചിടത്തോളം അയാൾ കുടുംബത്തിൽ ഞെളിഞ്ഞു നടക്കുക എന്നതല്ല, വലിയ ഗമ കാണിച്ച്, ഗർവ് കാണിച്ച്, വമ്പത്തരം പറഞ്ഞ് വീമ്പിളക്കി ഞാനൊരു ബാപ്പയാണെന്ന് കുലുങ്ങി കാണിച്ചു കൊടുക്കുകയല്ല. മറിച്ച് എന്താണ്? കൃത്യമായ ഇടപെടൽ കുടുംബത്തിൽ കാണിക്കാൻ സാധിക്കണം. കുടുംബത്തോട് കാണിക്കേണ്ട ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്താത്ത ഒരു പിതാവാണെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഭൗതികമായി ആ ബാപ്പ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. പരലോക മോക്ഷത്തിന് ആവശ്യമായ ഇടപെടൽ, ഒരു ശ്രദ്ധ ബാപ്പയുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയി എന്നാണ് അർത്ഥം. എല്ലാ നിലക്കും അയാൾ ഒരു പ്രത്യേക രൂപത്തിലുള്ള മരണം ബാധിച്ച വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉണർത്തിയ കാര്യം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തെ തൊട്ട് കാക്കണം എന്നാണ്, നരകത്തെ തൊട്ട് സുരക്ഷിതരാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മോട് പഠിപ്പിക്കുന്നത്. എന്താണ് ഈ കൽപ്പനയുടെ താല്പര്യം? പുറത്ത് മാത്രം, പ്രത്യക്ഷമായി മാത്രം എൻ്റെ കുടുംബത്തെ നോക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്ന് തോന്നിപ്പിക്കലാണോ? ആർക്കെങ്കിലും മുമ്പിൽ അങ്ങനെ ഒപ്പിച്ചുകൊണ്ട്, വരുത്തി തീർത്തുകൊണ്ട് അയാൾ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നുണ്ട് എന്ന ഒരു താൽക്കാലിക അംഗീകാരം വാങ്ങലാണോ? ഒരിക്കലും അല്ല. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ,
നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ വിശദീകരണം പറയുന്നു, യഅമലു ബിത്വാഅത്തില്ലാഹ്, യഅമലു ബിത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയം കൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നാണ്, ആ ബോധം അവർക്കുണ്ടാക്കണം എന്നാണ്. ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യ, അല്ലാഹുവിനെ അനുസരിക്കുന്ന മക്കൾ, ഇത് ബാപ്പയുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. വത്തഖൂ മആസില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഒരവസരം കൊടുക്കരുത്, ഒരു വാതിൽ തുറന്നു കൊടുക്കരുത്. അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഒരു പഴുത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതൊരു ബാപ്പയുടെ ഉത്തരവാദിത്തമാണ്. വമുറു അഹ്ലീകും ബിദ്ദിക്ർ, കുടുംബത്തെ അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. എന്തൊരു അനുഗ്രഹം ബാപ്പ കാരണമായി കിട്ടിയാലും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന മക്കൾ, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഭാര്യ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു കുടുംബം അതുണ്ടായി കിട്ടണം എന്നാണ്. യുൻജീകുമുല്ലാഹു മിനന്നാർ, അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഖതാദ റഹിമഹുല്ലാ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. യഉമുറുഹും ബിത്വാഅത്തില്ലാഹ് വയൻഹാഉം അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യം നമ്മൾ കൽപ്പിക്കുക, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവരെ നമ്മൾ തടയുക. വഅയ്യഖൂമ അലൈഹിം ബിഅംരില്ലാഹ്, അല്ലാഹുവിൻ്റെ കൽപ്പന നിലനിർത്താൻ, ആ കൽപ്പന നിറവേറ്റാൻ നമ്മളവരെ പ്രേരിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, സ്വതക്കയുടെ വിഷയത്തിൽ, നന്മകളുടെ കാര്യത്തിൽ ബാപ്പ അവർക്കൊരു പ്രചോദനമാകണം, ഒരു മാതൃകയാകണം, ഒരു വഴികാട്ടിയാകണം. വയഉമുറുഹും ബിഹി വയുസാഇദുഹും അലൈഹി, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ അവരെ കൽപ്പിക്കുക, അല്ലാഹുവിൻ്റെ വിഷയത്തിൽ അവരെ സഹായിക്കുക. ഫൈദാ റഅയ്ത ലില്ലാഹി മഅസിയ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക്, ഒരു പെരുമാറ്റം, ഒരു വിചാരം, ഒരു സ്വഭാവം മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ ഉണ്ടായി കണ്ടാൽ ഖദഅതഹും അൻഹാ, തടുക്കാൻ ധൈര്യം കാണിക്കണം. അവിടെ ബാപ്പ പേടിച്ചു പോകരുത്. അവൻ മൂത്ത മകനാണ്, അവൾ മൂത്ത മകളാണ്, എൻ്റെ ഭാര്യയാണ്, ഞാൻ എങ്ങനെ അവളോട് പറയും, എങ്ങനെ അവരോട് പറയും? ആ നിലക്കൊരു പേടി ഉപ്പയുടെ സ്ഥാനത്തിരിക്കുന്ന, ബാപ്പയുടെ സ്ഥാനം വഹിക്കുന്ന, പിതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാകാൻ പാടില്ല. വസജറതഹും അൻഹാ, തെറ്റ് കണ്ടാൽ അവരോട് വെറുപ്പ് കാണിക്കണം, അവരെ ശകാരിക്കണം. അവർ പേടിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ ബാപ്പയുടെ, പിതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇത് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. സഹോദരങ്ങളെ, ഈ അധ്യാപനത്തെ അന്വർത്ഥമാക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ഇത് പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വേറെ ആരാണ് ഇതിന് തയ്യാറാവുക? വേറെ ആരാണ് ഇതിന് ധൈര്യം കാണിക്കുക? നമ്മുടെ കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങൾ അടങ്ങുന്ന സമൂഹങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഈ കൽപ്പന അന്വർത്ഥമാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? നന്നായി ആലോചിക്കണം. ബാപ്പമാരായ, ഉപ്പമാരായ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്നുണ്ടോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓരോ മക്കളുടെയും വളർച്ചക്കനുസരിച്ച് അവരെ പരിചരിക്കാനും പരിപാലിക്കാനും ഉപ്പമാർക്ക് സാധിക്കുന്നുണ്ടോ? സമയാസമയങ്ങളിൽ, ഓരോരോ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവരോട് പെരുമാറേണ്ട, ഇടപഴകേണ്ട രീതിയിൽ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ പ്രകടമായി കാണുന്ന തെറ്റുകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണോ? ആ തെറ്റുകളുടെ വാതിലുകളെ കൊട്ടിയടക്കാൻ, അതിശക്തമായി അവർക്ക് മുമ്പിൽ അടച്ച് പൂട്ടിയിടാനുള്ള ശ്രദ്ധയാണോ നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത്? വളരെ കണിശമായി ആലോചിക്കേണ്ട കാര്യമാണ്. പല കുടുംബങ്ങളിലും കളവ് പറയാൻ മക്കൾക്ക് പ്രചോദനം ബാപ്പയാണ്. കൂട്ടുകാരോട് കളവ് പറയുന്ന ബാപ്പ, ഭാര്യയോട് കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന ബാപ്പ, തൻ്റെ ബാപ്പയോട് കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന ബാപ്പ. ഇത് കണ്ടാണ് മക്കൾ വളരുന്നത്.
വേണ്ടാത്തരങ്ങൾ കാണാനും കേൾക്കാനും മക്കൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് നേടിക്കൊടുക്കുന്നത് ആരാണ്? ബാപ്പയാണ്. തൻ്റെ മൊബൈലിലൂടെ അശ്ലീലതകൾ കാണുന്നു, ആഭാസങ്ങൾ കാണുന്നു, തെറ്റുകൾ കേൾക്കുന്നു, വേണ്ടാത്തരങ്ങൾ കേൾക്കുന്നു. അത് കണ്ട് ചിരിച്ച് മയങ്ങി മക്കൾക്ക് അതിലൂടെ ഒരു വഴി തുറന്നു കൊടുക്കുന്നു. അവർ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെറ്റുകളിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അരുതേ എന്ന് പറയാൻ, അടുക്കരുതേ എന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, വെറുക്കണമെന്ന് പറയാൻ ബാപ്പയുടെ സ്ഥാനം നിലനിർത്തി ബാപ്പമാരും ഉപ്പമാരും ഇടപെടാത്ത ഒരു കാലഘട്ടമാണ്. ഈ മേഖലയിൽ ഉറങ്ങിപ്പോവുകയാണ്. അതൊരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗം ആളുകൾ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗം അവർക്ക് മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അതിൽ 3-ാമത്തെ വിഭാഗം നോക്കൂ നിങ്ങൾ, ദയ്യൂസ് എന്ന പേരിലുള്ള ആളുകളാണ്. ആരാണവർ? അല്ലദീ യുഖിറുൽ ഖബസ് ഫി അഹ്ലിഹി, തൻ്റെ വീട്ടിൽ നടക്കുന്ന, തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾക്ക്, വൃത്തികേടുകൾക്ക്, വേണ്ടാത്തരങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ബാപ്പ, അംഗീകാരം കൊടുക്കുന്ന ഒരു ഉപ്പ, കൈയടിച്ചു കൊടുക്കുന്ന ആ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ കണ്ണ് ചിമ്മിപ്പോകുന്ന, അന്ധനായി അഭിനയിക്കുന്ന ഒരു ബാപ്പ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം നിഷിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാതുകളിൽ മുഴങ്ങിയാൽ പോരാ, മനസ്സിൽ ചെന്നടിക്കണം, ഇത് മനസ്സിൽ തറക്കണം. നമ്മുടെ കുടുംബത്തിന് മാതൃകയായി നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന ഒരു ബാപ്പയായി മാറാൻ, ഒരു ഉപ്പയായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ കൊണ്ട് പ്രകാശിപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കാൻ, പ്രാർത്ഥനകൾ കൊണ്ട് വർദ്ധിക്കുന്ന തിന്മകളെ പ്രതിരോധിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നിരവധി പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നാം സന്നദ്ധരാകണം. ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ, അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നാഥ കൺകുളിർമ, ആനന്ദം പ്രദാനം ചെയ്യണേ. അതാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടത്. അതൊരു വെറും പ്രാർത്ഥനയല്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മാതൃകാ ബാപ്പയായി, അവർക്ക് പിൻപറ്റാവുന്ന ഒരു ഉപ്പയായി, ആർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന നന്മയുടെ ഒരു മരമായി അവർക്ക് മുമ്പിൽ നാം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രാർത്ഥന അന്വർത്ഥമാവുക, അർത്ഥവത്താവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആളുകളുടെ പ്രാർത്ഥനകൾ മുസ്തജാബാത്ത് ലാ ശക്ക ഫീഹിന്ന, ലാ ശക്ക ഫീഹിന്ന, ഒരു സംശയവും വേണ്ട, വളരെ പെട്ടെന്ന് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകളാണ്. അതിൽ നോക്കൂ നിങ്ങൾ, ഒരു വിഭാഗം വദഅവത്തുൽ വാലിദി അലാ വലദിഹി, ഒരു ബാപ്പ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു ബാപ്പ തൻ്റെ സന്താനത്തിനു വേണ്ടി, തൻ്റെ കുട്ടിക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, അവരിൽ കാണുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം വിളിച്ച പോലെ, യാ ബുനയ്യ, യാ ബുനയ്യ, എൻ്റെ പൊന്നുകുട്ടി. അത് സ്നേഹത്തിൻ്റെ വിളിയാണ്, അനുകമ്പയുടെ വിളിയാണ്, അതൊരു പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ വിളിയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇത് പാടില്ല, ഇത് കാണരുത്, ഇങ്ങനെ പറയരുത്. ഒരു ചെറിയ തെറ്റാണെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ റൂമിൽ അടച്ചുപൂട്ടി നീ ചെയ്താലും അള്ളാഹു അത് കാണുന്നുണ്ട് എന്ന് തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയാൻ ഒരു ബാപ്പാക്ക് സാധിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ ബാപ്പ ഉണർന്നിരിക്കുന്ന ബാപ്പയാണ്. ആ ബാപ്പ കുടുംബത്തിന് വേണ്ടി രാവും പകലും കണ്ണ് തുറന്ന് കാത്തിരിക്കുന്ന ബാപ്പയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം അവർ വിളിച്ചല്ലോ, യാ ബനിയ. നോക്കൂ നിങ്ങൾ,
ഏറ്റവും നല്ല മക്കളാണ് അവരുടെ മക്കൾ. ആ മക്കളെ മരണം ആസന്നമായ സമയത്ത് യാ ബനിയ, പൊന്നുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിത്തറ അവരെ ബോധ്യപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, മാതാപിതാക്കൾ അല്ലെങ്കിൽ ബാപ്പാക്ക് മക്കൾ കൊടുക്കേണ്ട ആ ഇടപെടൽ, ആ സമീപനം നോക്കൂ നിങ്ങൾ. മോശക്കാരനായ ബാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സമീപനം യാ അബത്തി എന്നാണ്, യാ അബത്തി എന്നാണ്. വളരെ സ്നേഹത്തോടെ അടുപ്പത്തോടെ ബാപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ബാപ്പയുടെ ജീവിതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ. നമുക്ക് വിളിക്കാൻ സാധിക്കുമോ അങ്ങനെ? മുഹമ്മദിന്റെ മകൻ ബഷീറെ, ബഷീറിന്റെ മകൻ സക്കീറെ എന്ന് വിളിക്കാൻ സാധിക്കുമോ? മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, ആയിഷ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുമോ? മക്കളെത്ര വലുതായാലും, അവരെത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, അവർ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും, സഹോദരങ്ങളെ, ഒരു തെറ്റു തിരുത്താൻ, അവരെ ജീവിതം വിശുദ്ധമാകാൻ നമ്മുടെ ഇടപെടൽ നമ്മിലേക്ക് ചേർത്തി വിളിക്കണം, നമ്മിലേക്ക് ചേർത്തി വിളിക്കണം. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ കാത്തോ. മുഹമ്മദിന്റെ മകളായതുകൊണ്ട് സ്വർഗ്ഗമൊന്നും കിട്ടൂല. ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒന്നും നിനക്ക് അധീനപ്പെടുത്തി തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരളിന്റെ കഷ്ണം, ഖിത്അത്തു ഖബ്ദി ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. ആ മകളെ വിളിച്ചുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, വൈമുല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ സറഖത്ത്, അവൾ കട്ടാലും ലഖതഅതു യദഹാ, കയ്യൺ കൊത്തി മുറിക്കുന്ന പറഞ്ഞത്. മുഹമ്മദിന്റെ മകളാന്നുള്ള ഒരു പരിഗണനയില്ല, കട്ടാൽ കൈ കൊത്തി മുറിക്കും എന്നാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ വലിയ മാതൃകയാണ്, വലിയ അധ്യാപനമാണ്. മക്കളെ ചേർത്ത് പിടിച്ച് തലോടി അവരെ ഓമനിച്ച് ലാളിച്ച് തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ, നന്മ ഉപദേശിക്കാൻ, നന്മ പകർന്നു കൊടുക്കാൻ ഓരോ ബാപ്പമാർക്കും ഓരോ ഉപ്പമാർക്കും സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞു, വനാദാ നൂഹു റബ്ബഹു, റബ്ബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, അല്ലാഹ്, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. നൂഹ് നബി അലൈഹിസ്സലാം വിചാരിച്ചു എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തി തൻ്റെ കുടുംബത്തെ കൂട്ടി പോകാമെന്ന് കരുതി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ കെട്ട പണി ചെയ്തവനാണ്, നല്ല പണി ചെയ്തവനല്ല, മോശം പണി ചെയ്തവനാണ്. അതുകൊണ്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കുന്ന, നമ്മെ ഓർക്കുന്ന, നമ്മെ ആദരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളുമായി അടുക്കുന്ന ബാപ്പ എന്ന തണലിൽ ഭൗതികം ആഗ്രഹിക്കാതെ, ഭൗതികത്തിലെ തിന്മകൾക്ക് അടിമപ്പെടാതെ, പരലോക മോക്ഷത്തിനു വേണ്ടി വിശുദ്ധ മനസ്സോടുകൂടി ജീവിക്കുന്ന മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വപ്നം കാണുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഈ നിലക്കുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നാം ഓരോരുത്തരും സന്നദ്ധരാകണം. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്ന അത്ര പാലിച്ച് സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിനു വേണ്ടി സാധിക്കുന്ന അത്ര പരിശ്രമിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും
വിശുദ്ധ ഇസ്ലാമിൻ്റെ കൃത്യമായ ഇടപെടൽ നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഭവനം എന്നത് ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് അവനേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ വീട് അഥവാ പള്ളി, അതിനോളം അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒന്നും ഒരു നാട്ടിലും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഭവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ സാധിക്കുന്ന അത്ര പാലിക്കാനും ശ്രദ്ധിക്കാനും വിശ്വാസികളായ നാം ഓരോരുത്തരും സന്നദ്ധരാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കാതെ നിങ്ങൾ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സ്വലാത്തു തഹിയ്യ, തഹിയ്യത്ത് നിസ്കാരം വളരെ പ്രബലമായി പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ആളുകൾക്കുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിൽ നേരത്തെ വന്ന ഒരാൾ, അയാൾ എത്രയാണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? വളരെ നേരത്തെ പള്ളിയിലെത്തിയ ഒരാൾക്ക് എത്ര റക്അത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം. ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ അയാൾ പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതുന്നു, അത് കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കുന്നു, വീണ്ടും അയാൾ പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതുന്നു, വീണ്ടും നിസ്കരിക്കുന്നു. അയാൾക്ക് ഈ രണ്ട് റക്അത്ത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഇനി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ വന്നു. പല ആളുകളും നിൽക്കുന്നത് കാണാം. നിൽക്കുന്നവർ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ബാങ്കിന് മറുപടി കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ ശരിയാണ്. അഥവാ ഇവിടെ ബാങ്ക് വിളിക്കപ്പെടുന്നു, അതിന് ജവാബ് കൊടുത്ത് അതിന് ശേഷം സ്വലാത്ത് ചൊല്ലി ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയെല്ലാം ചൊല്ലി പിന്നെയാണ് തഹിയ്യത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ആ നൃത്തത്തിന് പ്രശ്നമില്ല. വെറുതെ ബാങ്ക് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന നിലക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ബാങ്ക് വിളി നടക്കുമ്പോഴും അയാൾക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. ഇനി ഖുതുബയുടെ ഇടയിൽ ഒരാൾ കയറി വന്നു, അയാൾ വെറുതെ വന്നിരിക്കാൻ പാടില്ല. അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഖതീബിന് തഹിയ്യത്തുണ്ടോ? അതും ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഖതീബിന് തഹിയ്യത്തില്ല. ഖതീബ് തഹിയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? ഖതീബ് എന്ന് പറഞ്ഞാൽ ഖുതുബയുടെ സമയത്ത് വരിക, മിമ്പറിൽ കയറുക എന്നത് മാത്രമാണ്. ഖതീബ് നേരത്തെ പള്ളിയിൽ വന്ന് പള്ളിയിൽ ഇരിക്കുക എന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇല്ല. അപ്പോൾ ഖതീബിന് തഹിയ്യത്തില്ലേ എന്ന ഒരു സംശയം നമുക്ക് വരേണ്ടതില്ല. കാരണം ഖതീബിന് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഖതീബ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ രൂപത്തിൽ തഹിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, ആ സുന്നത്തിനെ നമ്മൾ കൃത്യമായി എടുക്കുക. ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സ്വർഗത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടായി ഓരോ നന്മകളെയും സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ പാലക്കാട് വെച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രോഫ്കോൺ എന്ന് പറയുന്ന സമ്മേളനം, 30ാമത്തെ പ്രോഫ്കോൺ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലൊക്കെ ഒരുപാട് തിരക്കുള്ള മേഖലകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പ്രൊഫഷണലായി പഠിക്കുന്ന കുട്ടികൾ. അവരെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താനുള്ള സൗകര്യം പുറത്തൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളെ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ആ കാര്യവുമായി സമീപിക്കണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ
إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.